നേപ്പാൾ ആഭ്യന്തര കലാപത്തെ തുടർന്ന് നേപ്പാൾ ചൈന ബോർഡർ അടച്ചതോടെ കുടുങ്ങിക്കിടക്കുന്നവരിൽ തൃശൂർ സ്വദേശികളും. കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എരുമപ്പെട്ടി സ്വദേശി ഡോക്ടർ സുജയ് സിദ്ധാർത്ഥൻ, വ്യവസായി വാടാനപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് കുടുങ്ങിക്കിടക്കുന്ന തൃശൂർ സ്വദേശികൾ. ചൈനയിൽ ഉൾപ്പെട്ട ടിബറ്റിലെ ഡാർച്ചിൻ ചെറിയ പട്ടണത്തിലാണ് ഇവർ കുടുങ്ങിയത്. കഴിഞ്ഞ 2-ാം തീയതിയാണ് ഇവർ ഉൾപ്പെടെയുള്ള 100 പേരടങ്ങുന്ന സംഘം 10 ദിവസത്തെ യാത്രയ്ക്കായി കൈലാസ് മാനസ സരോവറിൽ പോയത്. ഇതിൽ 10 പേർ മലയാളികളാണ്. ബുധനാഴ്ച മടങ്ങിവരാനിരിക്കെയാണ് നേപ്പാളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് നേപ്പാൾ ബോർഡർ അടയ്ക്കുകയായിരുന്നു. കൈലാസത്തിനടുത്തുള്ള ഉയരം കൂടിയ പ്രദേശത്തെ ബേസ് ക്യാമ്പിലാണ് ഇവരുള്ളത്. പ്രായമായവരും സംഘത്തിലുണ്ട്. ഓക്സിജൻ കുറഞ്ഞ പ്രദേശമായതിനാൽ പലരും സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. രോഗികളായവർക്ക് മരുന്നുകൾ നൽകുന്നുണ്ടെന്ന് ഡോക്ടർ സുജയ് പറഞ്ഞു. BJP നേതാവ് വി മുരളീധരൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും ആശങ്ക വേണ്ട എന്നറിയിച്ചിട്ടുണ്ടെന്നും ഡോക്ടർ സുജയ് പറഞ്ഞു. ഡോക്ടർ സുജയ് ടെലിഫോണിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ സുജയ്, കേൾക്കാമോ? ഓക്കെ. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? നമുക്കവിടെ മറ്റ് കലാപത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എങ്കിലും ബോർഡർ അടച്ചതുകൊണ്ട് തന്നെ ഒരു ആശങ്ക നിലവിലുണ്ട്. അവിടെയുള്ള വ്യക്തികളുടെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സുരക്ഷ, ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? ഇത് ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ്. പ്രത്യേകിച്ചും ഫുൾമൂൺ ആയതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാര്, ഒരുപാട് തീർത്ഥാടകര് ഈ പ്രാവശ്യം ഇവിടെ ഉണ്ട്. മാത്രമല്ല, 5 കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് 2020 ശേഷം ആദ്യമായിട്ടാണ് 5 കൊല്ലത്തിന് ശേഷം ഈ കൈലാസം തുറന്നു കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യക്കാരായ ഒരുപാട് പിൽഗ്രിംസ് ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞ് പല പരിക്രമൺ എന്ന് പറഞ്ഞ പേര് കൈലാസത്തിന്റെ ചുറ്റി വരാനായിട്ട് പോയിരിക്കുകയാണ്. ഞാൻ എന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാൻ പരിക്രമണം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിവിടെ റൂമിലുണ്ടായിരുന്നത്. ഈ നേരത്ത് നാളെയാണ് പരിക്രമണം പോയിട്ടുള്ള ആൾക്കാർ കൂടി തിരിച്ചു വരിക. അവർ കൂടി വന്നു കഴിഞ്ഞാൽ ഈ പട്ടണത്തില് എല്ലാവരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. മാത്രമല്ല, ഇവിടെ ഓക്സിജൻ സിലിണ്ടറിലാണ് നിൽക്കുന്നത്. അത് നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്, നേപ്പാളിലേക്ക് തിരിച്ചു പോകുന്നതാണ്. നേപ്പാൾ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. പലരും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ പ്രമേഹമുള്ളവരും പ്രഷറുള്ളവരും മരുന്നുകളുടെ സ്ഥിതിയും ബുദ്ധിമുട്ടാണ്. ഇതൊരു ചെറിയ പട്ടണമായത് വലിയ കാര്യമായ ഒന്നുമില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എത്രയും പെട്ടെന്ന് ഇപ്പോൾ ആ യാത്രയ്ക്ക് പോയിട്ടുള്ളവർ കൂടി തിരിച്ചു വരുമ്പോൾ അത്രയും പേർക്ക്, കൂടുതൽ പേർക്ക് അവിടെ തങ്ങാനുള്ള ഒരു സ്ഥലപരിമിതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ പരിമിതമായിട്ടുള്ള കുറവ് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന് മറികടക്കാനായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം വി മുരളീധരൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഉടൻ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപി, അതേപോലെ തന്നെ ജോർജ് കുര്യൻ സാറ് എന്നിവർ മീറ്റിംഗ് കൂടിയിട്ട് രവിശങ്കർ സാർ ഉണ്ടല്ലോ, കേന്ദ്രമന്ത്രി, കേന്ദ്ര സംസാരിക്കുന്നുണ്ട്. അവരൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നാളെ ഉച്ചയ്ക്കുള്ളിൽ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നമ്മളെ അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഡൽഹിയില് ഇവിടെ മാത്രം കുടുങ്ങിയുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തൽക്കാലത്തേക്ക് ബുദ്ധിമുട്ടുകളില്ല. നാളെ ഉച്ചയാകുമ്പോഴേക്കും ഒരു തീരുമാനം ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി ഡോക്ടർ സുജയ്, തീർച്ചയായിട്ടും ടെലിഫോണിലെങ്കിലും വിവരങ്ങൾ നൽകാൻ സാധിച്ചതിൽ, പ്രത്യേകിച്ചും താങ്കളെ കാത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ളവർക്ക് വലിയ ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ്. ഒപ്പം മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ താങ്കളെ ബന്ധപ്പെടാൻ സാധിച്ചതും ഇത്രയും വിവരങ്ങൾ അറിഞ്ഞതും ഇതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുകയും നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ അല്ലെങ്കിൽ ഉച്ചയോട് കൂടി തന്നെ
നേപ്പാൾ ബോർഡർ തുറക്കുകയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയോ തിരിച്ചു വരാനുള്ള വഴി ഒരുങ്ങട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം.